നമസ്കാരം. നിങ്ങൾ കേരളത്തിൽ ഒരു അധ്യാപക ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ പുതിയൊരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ്. KTET, അതായത് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റിനെക്കുറിച്ച് വന്നിട്ടുള്ള ആ നിർണായക മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലുള്ള ആ ഒരൊറ്റ ചോദ്യം, അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കേരളത്തിൽ ഒരു ടീച്ചറായി ജോലി കിട്ടണമെങ്കിൽ ഇനി KTET യോഗ്യത നിർബന്ധമാണോ? ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. ശരി, അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. പുതിയ സർക്കാർ ഉത്തരവ് അനുസരിച്ച് എന്താണ് നിയമമെന്ന് നമുക്ക് നോക്കാം. അപ്പോ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. അതെ, ഇനി മുതൽ കേരളത്തിലെ എല്ലാ ടീച്ചർ അപ്പോയിന്റ്മെന്റ്സിനും KTET യോഗ്യത നിർബന്ധമാണ്. ഇതിലിനി ഒരു സംശയത്തിനും യാതൊരു സ്ഥാനവുമില്ല. സർക്കാർ അത്ര വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു സംശയം തോന്നാമല്ലേ? എന്തുകൊണ്ടാണ് പെട്ടെന്നിങ്ങനൊരു കർശനമായ മാറ്റം? ഇതിനു പിന്നിലൊരു കാരണമുണ്ട്. ആ നിയമപരമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ മാറ്റമെന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസമെടുത്ത തീരുമാനമൊന്നുമല്ല. ഇതിന്റെയൊക്കെ തുടക്കം ഒരു സുപ്രീം കോടതി വിധിയിൽ നിന്നാണ്. ഈ വർഷം സെപ്റ്റംബർ 1 വന്ന ഒരു സുപ്രീം കോടതി വിധിയെ തുടർന്ന് നവംബർ 13 നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം ചേർന്നു. ആ യോഗത്തിലെടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡിസംബർ 16 ഈ പുതിയ നിയമം ഒരു സർക്കാർ ഉത്തരമായിട്ട് വന്നത്. ഓക്കെ, അപ്പൊ നിയമം കർശനമാക്കിയെന്ന് നമ്മൾക്ക് മനസ്സിലായി. ഇനി ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യത്തിലേക്ക് വരാം. അതായത്, നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന പോസ്റ്റിന് ഏത് കാറ്റഗറി KTET ആണ് വേണ്ടത്? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഓരോ പോസ്റ്റിനും വേണ്ട യോഗ്യത എന്താണെന്ന് നോക്കാം. നിങ്ങൾ ലോവർ പ്രൈമറി, അതായത് LPSTക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ കാറ്റഗറി I അല്ലെങ്കിൽ കാറ്റഗറി 2 വേണം. ഇനി അപ്പർ പ്രൈമറി അഥവാ UPST ആണെങ്കിലോ അവിടെ കാറ്റഗറി 2 നിർബന്ധമാണ്. ഹൈസ്കൂൾ ടീച്ചർ HST പോസ്റ്റുകളിലേക്ക് കാറ്റഗറി 3 ആണ് വേണ്ടത്. ഭാഷാധ്യാപകർ, മറ്റു സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ് ഇവർക്കൊക്കെ വേണ്ടത് കാറ്റഗറി 4 ആണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഈ യോഗ്യതയില്ലാത്ത അപേക്ഷകൾ പരിഗണിക്കരുതെന്ന് സിലക്ഷൻ കമ്മിറ്റികൾക്ക് വളരെ കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സംവരണ വിഭാഗക്കാർക്ക് എന്തെങ്കിലും ഇളവുണ്ടോ? ഈ നിയമം അവർക്കും ബാധകമാണോ? ഇതിൽ എന്താണ് സർക്കാർ പറയുന്നത് എന്ന് നോക്കാം. ഇവിടെ സർക്കാർ ഉത്തരവ് വളരെ വ്യക്തമാണ്. നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ അപേക്ഷിക്കുന്ന ആളായാലും ശരി, റിസർവേഷൻ കാറ്റഗറിയിൽ അപേക്ഷിക്കുന്ന ആളായാലും ശരി, KTET എന്ന യോഗ്യത നിർബന്ധം തന്നെയാണ്. അതായത് സംവരണ നിയമനങ്ങൾക്ക് ഈ കാര്യത്തിൽ പ്രത്യേക ഇളവുകളൊന്നും നിലവിലില്ല. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭിന്നശേഷി സംവരണത്തിലൂടെ നിയമനം കിട്ടുന്നവർക്കു പോലും ഈ KTET യോഗ്യതയിൽ നിന്ന് ഒരു ഇളവും കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ നിയമം എത്രത്തോളം കർശനമാണെന്ന്. എല്ലാവർക്കും ഇത് ഒരുപോലെ ബാധകമാണ്. ശരി, അപ്പോൾ നിയമം ഇത്രയധികം കർശനമാണെങ്കിൽ ഇതെപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കോ? അതോ ഭാവിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? അതും നമുക്ക് പരിശോധിക്കാം. ഇവിടെയാണ് നമ്മൾ സർക്കാർ ഉത്തരവിലെ ഒരു പ്രധാനപ്പെട്ട വാചകം ശ്രദ്ധിക്കേണ്ടത്. അതിലിങ്ങനെ പറയുന്നുണ്ട്: ഈ നിർദ്ദേശങ്ങളെല്ലാം സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യാൻ പോകുന്ന ഒരു പുനഃപരിശോധനാ ഹർജിയുടെയും അതിന്മേലുള്ള കോടതിയുടെ ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ നിയമങ്ങളെല്ലാം കർശനമായി പാലിക്കണം. പക്ഷേ സർക്കാർ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഹർജിയിൽ കോടതിയുടെ അന്തിമ തീരുമാനം എന്താണോ അതിനനുസരിച്ച് ഒരുപക്ഷേ ഈ നിയമങ്ങളിൽ ഭാവിയിൽ മാറ്റം വന്നേക്കാം. പക്ഷേ അത് ഒരു പക്ഷേ മാത്രമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ട സ്ഥിതിക്ക് ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്? നമുക്കതൊന്ന് ചുരുക്കി പറയാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ അപേക്ഷിക്കാൻ പോകുന്ന പോസ്റ്റിന് ആവശ്യമായ KTET കാറ്റഗറി നിങ്ങൾക്കുണ്ടോ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തുക. രണ്ടാമതായി, നിലവിലെ സാഹചര്യത്തിൽ ആർക്കും ഒരു തരത്തിലുള്ള ഇളവുകളുമില്ല എന്ന സത്യം മനസ്സിലാക്കുക. മൂന്നാമത്തത്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഊഹാപോഹങ്ങളൊക്കെ പ്രചരിക്കും. അതൊന്നും വിശ്വസിക്കരുത്. സർക്കാർ ഉത്തരവുകൾ, കോടതി വിധികൾ, അങ്ങനെയുള്ള ഒഫീഷ്യൽ സോഴ്സുകളെ മാത്രം ആശ്രയിക്കുക. അപ്പോ നമ്മൾ അവസാനിപ്പിക്കുന്നത് ഈ ഒരു ചോദ്യത്തോടെയാണ്. സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുക്കാൻ പോകുന്ന ഈ പുനർപരിശോധനാ ഹർജി ഇപ്പോ നമ്മൾ കണ്ട ഈ നിയമങ്ങളെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടോ? അതിനുള്ള ഉത്തരം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവരും ഈ പുതിയ നിയമങ്ങൾക്കനുസരിച്ച് മുന്നോട്ടു പോകുക. ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ.
വീണ്ടും കാണാം.